നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അതായത് ഭരണം ഉറപ്പിച്ചു എന്ന് കാത്തിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ കേരളവും അസാമുമാണ്. വലിയ തോതിലുള്ള അട്ടിമറികൾ അസാമിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ട്രബിൾ ഷൂട്ടറായ DK ശിവകുമാറിനും അതുപോലുള്ള മറ്റ് മുതിർന്ന നേതാക്കൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് റിസോർട്ട് മോഡൽ രാഷ്ട്രീയം അസാമിൽ അരങ്ങേറുമോ? നമുക്കറിയാം, ഹിമന്ത ബിശ്വ ശർമ്മ റിസോർട്ട് മോഡൽ രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. കൃത്യമായി പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അട്ടിമറി ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഹിമന്തിന്റെ വലിയ തോതിലുള്ള ഇടപെടലുണ്ട്. നാണം കെട്ട രാഷ്ട്രീയമാണ് ഹിമന്ത ബിശ്വാസ് നടത്തുന്നത്. അസാമിൽ സ്നേഹമുള്ളവർ അദ്ദേഹത്തെ മാമ എന്ന്, അതായത് അങ്കിൾ എന്ന് വിളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഹിമന്ത ബിശ്വ ശർമ്മയുടെ രാഷ്ട്രീയ നെറുകേടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവിടുത്തെ സാധാരണക്കാരായ ജനതയ്ക്ക് അറിയാം. ജാതി പറഞ്ഞ് മതവിദ്വേഷം തുളുമ്പുന്ന രീതിയിൽ ഏറ്റവും വലിയ തോതിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അവലംബിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചാണ് ഒരു പരിധിവരെ ബംഗാളിലെ BJP ഘടകം ഇദ്ദേഹത്തെ റോൾ മോഡലാക്കി സ്വീകരിച്ചിരിക്കുന്നു. ബംഗാളിലെ BJPയുടെ നേതാവായിട്ടുള്ള, പ്രതിപക്ഷ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി തന്നെ പറഞ്ഞിരിക്കുന്ന തൻ്റെ റോൾ മോഡൽ ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്ന തരത്തിലാണ്. നോക്കൂ, ബീഹാറിൽ അതുപോലുള്ള പല സംസ്ഥാനങ്ങളിലും BJP അട്ടിമറിയിലൂടെ, അതായത് കയ്യൂക്കിൻ്റെ ഭാഷയിലാണ് അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത്. അതിന് കുടപിടിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അസാമിലും കേരളത്തിലും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കച്ചവടം നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കേരളത്തിൽ സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട കാര്യം വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കളക്ടർ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ് വോട്ടിംഗ് ദിവസം. നോക്കൂ, എന്തൊക്കെ രീതിയിലാണ് അധികാരം കൈവിട്ടാൽ ഇടതുപക്ഷം BJPയുമായി ചേർന്ന് വലിയ രീതിയിലുള്ള അട്ടിമറി നടത്താൻ വരെ സാധ്യത കേരളത്തിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ നിഷ്പക്ഷമായാണ് പെരുമാറുന്നത് എന്ന് അറിയേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. സാധാരണക്കാരായ കോൺഗ്രസിന്റെ പ്രവർത്തകർ അസാമിലും കേരളത്തിലും ഓരോ ബൂത്ത് തലത്തിൽ തന്നെ വിന്യസിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അഭിപ്രായ സർവേകൾക്കോ അതല്ലെങ്കിൽ വീരവാദങ്ങൾക്കോ ഒന്നും പ്രസക്തിയില്ല എന്നുള്ള സാഹചര്യത്തിൽ സ്ട്രോങ് റൂമിൽ പിശക് പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. ഹരിയാനയിൽ ആവർത്തിച്ചതുപോലെ വോട്ടിംഗ് ടാപ്പിങ്ങുമായി ബന്ധപ്പെട്ട്, കള്ളവോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്രസക്തമാക്കാനും സ്ട്രോങ് റൂമിലെ തിരിമറികൾ അവസാനിപ്പിക്കാനും തന്നെയാണ് അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്നത്.